വളരെ നയന മനോഹരമായ കാഴ്ചകളായിരുന്നു. കാരണം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഒന്നാമത് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫിഷസ്, മഞ്ഞ കളർ, പച്ച കളർ, നീല കളർ, ഓറഞ്ച് കളർ, അതുപോലെ ഒരു കൂട്ടം ഫിഷസ് ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്ത് നമ്മളോടൊപ്പം വരുന്നത് പോലുള്ള ഒരു ഫീലിംഗ്. ടൂർഗോയുടെ ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഡേ 1 വീഡിയോ കാണാത്തവർ തൊട്ട് മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. ഇത് നമ്മുടെ ഗസ്റ്റുകൾ താമസിക്കുന്ന വീടുകളിൽ ഒന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗസ്റ്റുകൾ കുറച്ച് റിലാക്സ് ചെയ്യുകയാണ്. ശരിക്കും ഹോം സ്റ്റേ ആയതുകൊണ്ട് നമുക്ക് ലക്ഷദ്വീപിൻ്റെ കൾച്ചറെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ ഹോംലി ഫുഡ് എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതുവഴി. ഇത് വീടിൻ്റെ ചുറ്റുപാടാണ്. വളരെ ഭംഗിയായിട്ടുള്ള കുറേ ചെടികളും ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി വന്നു, നമ്മൾ യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ആക്ടിവിറ്റീസ് സ്കൂബ ഡൈവിംഗ് ആണ്. നമ്മൾ പോകുന്ന വഴികളിൽ വളരെ ഭംഗിയായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് ഒരു സൈഡിലുള്ള ബീച്ചാണ് ഈ കാണുന്നത്. ശരിക്കും നമ്മൾ ലക്ഷദ്വീപിൻ്റെ 4 സൈഡും ബീച്ച് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരേ സമയം 2 ബീച്ച് കാണാൻ പറ്റും. ശരിക്കും വാട്ടറിൻ്റെ കളറും ആ മണലിൻ്റെ കളറൊക്കെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഓരോ സമയവും ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ലക്ഷദ്വീപിൻ്റെ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. എന്തായാലും നമുക്ക് സ്കൂബ ഡൈവിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യത്തെ പ്രോഗ്രാം സ്കൂബ ഡൈവിംഗ് ആണ്. സ്കൂബ ഡൈവിങ്ങിന് പോകാൻ വേണ്ടിയുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും ആ ബോട്ടിൽ കയറി. മറ്റുള്ളവരെല്ലാവരും നേരത്തെ കയറി ബോട്ടിൽ ഇരിക്കുകയായിരുന്നു. എന്തായാലും ലക്ഷദ്വീപ് ട്രിപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് തന്നെയാണ്. നീന്താൻ അറിയാത്തവർക്ക് പോലും കടലിൻ്റെ ഉള്ളിലുള്ള അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു അവസരമാണ് സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ 23 പേരാണുള്ളത്. അതിൽ 18 പേരും ശ്രീ PK വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നിന്നുള്ളവരാണ്. അവരിൽ ഭൂരിഭാഗവും അധ്യാപകരാണ്. ഡേ 1 നമ്മളെല്ലാവരും ബീച്ച് സന്ദർശനമാണ് നടത്തിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് പുറംകടലിലേക്ക് നമ്മളൊരു യാത്ര പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ ബോട്ടിൽ ഞങ്ങളെ കൂടാതെ സ്കൂബ ടീമും ഈ ബോട്ടിലുണ്ട്. അവർ സ്കൂബ ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30 മിനിറ്റ് നമ്മൾ പുറംകടലിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം സ്കൂബ ഡൈവിംഗ് ചെയ്യാനുള്ള പോയിന്റിലേക്ക് ഞങ്ങളെ ബോട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്കിനി സ്കൂബ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ സ്കൂബയുടെ മെയിൻ ഇൻസ്ട്രക്ടർ ഞങ്ങളോട് പറഞ്ഞു തരികയാണ്. എൻ്റെ പേര് ജയകൃഷ്ണൻ, ഞാൻ ഡൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. നമുക്കൊരു ചെറിയ ബ്രീഫിംഗ് ഉണ്ട്. നമുക്ക് ആ ബ്രീഫിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡൈവ് എക്യുപ്മെന്റ്സ്. ഇതിൽ മെയിനായിട്ട് 3 സാധനങ്ങളാണ് വരുന്നത്: ടാങ്ക്, റെഗുലേറ്റർ, BCD. ഓക്കെ, റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ റെഗുലേറ്റർ. റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡിങ് വാൽവാണ്. നമ്മൾ ഡിമാൻഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓക്സിജൻ വരുള്ളൂ. നമ്മൾ ഫ്രൂട്ട് പിടിക്കണം എങ്ങനെ? നമ്മൾ ഡിമാൻഡ് ചെയ്യണം, എന്നാലും അതിൽ നിന്ന് ഫ്രൂട്ട് വരുള്ളൂ. അതുപോലെ തന്നെയാണ് ഓക്സിജൻ. നമ്മൾ വലിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് ഓക്സിജൻ വരുള്ളൂ. ഇത് ഫിറ്റ് ചെയ്യാനൊരു രീതിയുണ്ട്. E, U 3 സ്റ്റെപ്സ് ആണ്. കാരണം ഇതൊരു ബൈറ്റിംഗ് പാഡ് എന്ന് പറയുന്നത്. ഇതാണ് മൗത്ത് പീസ്. നമുക്ക് വായ വെച്ച് ലോക്ക് ചെയ്യാനുള്ളൊരു പീസാണിത്. അതിനാണ് മൗത്ത് പീസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ബൈറ്റിംഗ് പാഡ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ബൈറ്റ് ചെയ്ത് പിടിക്കണം. E, U ഇത് ബൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് ലിപ്പ് വെച്ച് ലോക്ക് ചെയ്യണം. എന്നാലും ഇത് ഫിറ്റായിട്ട് നമുക്ക് ഇരിക്കുള്ളൂ. മനസ്സിലായോ? എങ്ങനെ? E, U. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വച്ചതിന് ഓക്സിജൻ കിട്ടുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വലിക്കുക ഓട്ടോമാറ്റിക്കലായിട്ട്. നമ്മൾ ബ്രീത്ത് എടുക്കുന്നതും ബ്രീത്ത് വിടുന്നതും ഇതിൽ കൂടി തന്നെ ആയിരിക്കണം. ബ്രീത്ത് വിടുമ്പോൾ എന്തായാലും ഇതിന് സൈഡിൽ കൂടി ബബിളും. അത് കണ്ട് ആരും പേടിക്കാൻ നിൽക്കരുത്. കാരണം നമ്മളെ എയർ ഔട്ട് ആവുന്നതാണ്.
ഓക്കെ അല്ലേ? ഇൻ കേസ് വായിൽ വെള്ളം പോയിക്കാൻ എന്ത് ചെയ്യും? റെഗുലേറ്ററാണ്. നമ്മൾ ഈ സാധനം വായിൽ വെക്കുമ്പോൾ നമ്മൾ റീത്തെടുക്കുമ്പോൾ അറിയാണ്ട് നമ്മൾ വായി ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ബ്രീത്ത് എടുത്ത് പോയി. അപ്പോൾ എന്ത് വായിൽ വെള്ളം കയറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഊരിക്കളയോ? കുടിക്കണോ? ഇതിന് ബാക്കിലൊരു ബട്ടൺ ഉണ്ട് കണ്ടോ? ഈ ബട്ടൺ പ്രസ് ചെയ്തേനെ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ, നെക്കി പിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തേനാ ആ വെള്ളം പുറത്തേക്ക് പോയിക്കോളും. ഓക്കെ അല്ലേ? വയലുള്ളം പോയിക്കാൻ എന്ത് ചെയ്യും? കയ്യിലോട്ട് ഊരിക്കളയും അല്ലേ? ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? പത്രമുള്ള റെഗുലേറ്ററിനെ പറ്റി. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കാൻ നിൽക്കരുത്. ചിരിച്ചതിന് സാധനം ഓട്ടോമാറ്റിക് ഊരിപ്പോ. ഞാൻ അതിൻ്റെ ഒരു നല്ലതും ചീത്തതും പറയുന്നതാണ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഓട്ടോമാറ്റിക്കലും ചിരിക്കാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ BCD. ഇതിനെ പറയുന്ന ബോയൻസി കൺട്രോളിംഗ് ഡിവൈസ് എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ബോയൻസി കൺട്രോൾ ചെയ്ത് നമ്മൾ അടിയിൽ മുട്ടാതിരിക്കാനും എന്നാൽ മേളിൽ പൊങ്ങി കിടക്കാതിരിക്കാനും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അടിയിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ മേളിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ എയറേറ്റ് ലൈഫ് ജാക്കറ്റായിട്ട് ഇടും. നമുക്ക് അണ്ടർ വാട്ടറിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? റെഗുലേറ്റർ വയലിനോട് സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചെന്ത് പറ്റും? സാധനം പുറത്തേക്കും പോകും, വെള്ളം കുടിക്കും. ഇതെന്താണെന്നറിയോ? സൂപ്പറല്ല, ഓക്കെ. ഇത് നോട്ട് ഓക്കെ. നിങ്ങൾ ഡിസ്കംഫർട്ടാണ്, പറ്റുന്നില്ലെങ്കിൽ നോട്ട് ഓക്കെ. ഇത് മേളിലേക്ക് വരാൻ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയ അപ്പോൾ തന്നെ കാണിക്കാം. കാരണം നമ്മളെപ്പോഴും നിങ്ങളുടെ ബാക്കിലായിരിക്കും. എന്നാലും നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കും. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക? നോട്ട് ഓക്കെ, ടേക്ക് അപ്പ്. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചെവി ഓപ്പൺ ആണ്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അണ്ടർ വാട്ടറിൽ പോകുമ്പോൾ നമ്മുടെ ചെവി ക്ലോസ് ആവും. ഫ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? പ്രഷർ കുറയും. അടിയിലേക്ക് പോകുമ്പോഴോ പ്രഷർ കൂടും. അതനുസരിച്ച് നമ്മുടെ ചെവി ക്ലോസ് ആവും. അപ്പോൾ അതിന് നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യും. അതാണ് ഈക്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ മൂക്ക് ക്ലോസ് ചെയ്യുക, വായ അടച്ചു പിടിക്കാണ്ട് മൂക്കിൽ കൂടി ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ചെവി കൂടി ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മൂക്ക് അടച്ചു പിടിച്ചേ, എന്നിട്ട് മൂക്കിൽ കൂടി ബ്രീത്ത് ഔട്ട് ചെയ്ത് മൂക്ക് അടച്ചു പിടിക്കുക, എന്നിട്ട് മൂക്കിൽ കൂടി തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. വായ അടച്ചു പിടിക്കുക, മൂക്ക് അടച്ചു പിടിക്കുക. ചെവിയിലൊരു ടൈറ്റ് വരും, ചെറിയൊരു ടൈറ്റ്. ആ ടൈറ്റ് നമ്മുടെ അണ്ടർ വാട്ടർ പ്രഷറായിട്ട് ബാലൻസ് ചെയ്യും. കാരണം നമ്മുടെ ചെവി അപ്പം ഓപ്പൺ ആണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള പ്രഷർ തള്ളി കഴിയുമ്പോഴേക്കും ചെവി ഓപ്പൺ ആവും. ഓക്കെ അല്ലേ? അങ്ങനെ സ്കൂബ ഡൈവിങ്ങിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആദ്യത്തെ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്നത് ഈ സാറാണ്. എന്തായാലും സാറ് നല്ല സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും നമ്മളും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ ആകാംക്ഷയോടുകൂടി നമ്മുടെ യാത്രക്കാരെ എല്ലാവരും നോക്കിക്കാണുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു എക്സ്പെർട്ടും ഉണ്ടാവും. അപ്പോൾ അവരായിരിക്കും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതും കൂടാതെ നിർദ്ദേശങ്ങളും ധൈര്യവും ഊർജവും തരുന്നത് അവർ തന്നെയാണ്. അവർ വെൽ എക്സ്പെർട്ടാണ്. നമ്മളെ മാനസികമായിട്ട് നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ എല്ലാം അവർ തരും. പിന്നെ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല, നീന്താൻ പോലും അറിയേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാം കേട്ട് മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി. പോകുമ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു, ഉള്ളിൽ ആശ്വാസം എടുക്കാൻ വേണ്ടി. പിന്നെ ഇറങ്ങിയപ്പോൾ കളർ മീനും എല്ലാ മീനും കണ്ടപ്പോൾ വേറെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ എന്താണ് പവളപ്പാറ, ഇതെല്ലാം നമ്മുടെ ഒരു അനുഭവമാണ്. ഇത് ഒരിക്കലും ഇനി കിട്ടില്ല, ഇതുപോലെ ഇനി വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സാറിൻ്റെ അടിപൊളി അനുഭവങ്ങൾ കേട്ടുകൊണ്ട് ഓരോരുത്തരായിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൈ അതിൽ വിടും, ഒരു കൈ അங்கே. ஒரு பிரச்சனை இல்லடி, வாயில வச்சுட்டு இது பண்ணடி. സ്കൂബ വളരെ നല്ലൊരു അനുഭവമാണ്, ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവം. സ്കൂബ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു അനുഭവം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നേരിട്ട് നമ്മൾ കണ്ടപ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. കാരണം കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ വാക്കുകളില്ല, നല്ലൊരു അനുഭവമാണ്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്
ആഗ്രഹം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പേടിയുള്ളവർ പേടിയൊക്കെ ഉപേക്ഷിച്ച് എന്തായാലും ട്രൈ ചെയ്യാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, റെയറായിരുന്നു. മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രായത്തിലും ഞാനത് ചെയ്തത്. ആദ്യമൊക്കെ നമുക്കൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചിട്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഓക്കെ ആയി. താഴെ പോയി മനോഹരമായ കാഴ്ചകളായിരുന്നു. അതായത് ഫിഷുകൾ, അത് 3 തരം ജീവികൾ, നമ്മൾ പുറമെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടു. വളരെ രസകരമായിട്ട് തന്നെ. ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചാൻസ് കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവൻ അടി വരെ പോകാൻ പറ്റിയില്ല, എങ്കിലും കുറച്ചൊക്കെ കണ്ടു. സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, വീഡിയോ കൂടി വളരെ കണ്ടതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ സ്കൂബ ഡൈവിംഗ് നടത്തുന്നത്. നല്ല അനുഭവമായിരുന്നു. വെള്ളത്തിനുള്ളിൽ വളരെ പാവളപ്പുറ്റുകളും വിവിധതരം മീനുകളും കാണാൻ കഴിഞ്ഞു. ജീവിതത്തിലൊരു മറക്കാൻ കഴിയാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഇഷ്ടമായി, നല്ല കാഴ്ചകൾ കണ്ടു. പിന്നെ മുൻപേ ആളുകളൊക്കെ ഇറങ്ങിയതൊക്കെ നോക്കി പഠിക്കുകയായിരുന്നു. അതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ട് അതേപോലെ ചെയ്യാൻ പറ്റി. പ്രിയമുള്ളവരെ, ടൂർഗോയുടെ കെയർ ഓഫിലാണ് ഞങ്ങൾ ലക്ഷദ്വീപ് യാത്രയ്ക്ക് വന്നത്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. അതായത് 23/9/2024 രാവിലെ ബോട്ടിൽ ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലത്ത് അവർ നമ്മളെ കൊണ്ടാക്കി. വളരെ മനോഹരമായ പച്ച നിറത്തിലുള്ള, ചുറ്റും പച്ചയാണ്, അതിൻ്റെ നിറത്തിലുള്ള തിരമാലകൾ അലയടിച്ചുയരുന്ന കാഴ്ച നയന മനോഹരമാണ്. സ്കൂബ ഡൈവിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ കടലിൻ്റെ അടിത്തട്ടിലേക്കുള്ള യാത്ര മനോഹരമാണ്. കടലിൻ്റെ മുകളിലല്ല വാസ്തവത്തിൽ അത്ഭുതമുള്ളത്, താഴെയാണെന്ന് മനസ്സിലാക്കിയ വളരെ മനോഹരമായ ഒരു അനുഭവമാണ് ഇത് നമുക്ക് കാഴ്ചവെച്ചത്. ചെറിയ മനോഹരമായ മീനുകളും അതേപോലെ തന്നെ പാറക്കെട്ടുകൾ, ചെറിയ പാറക്കെട്ടുകളെ, പവിഴപ്പുറ്റുകളൊക്കെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും സ്കൂബ ഡൈവിംഗ്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ അവസരം തന്ന ടൂർഗോ അവരോടുള്ള കടപ്പാടും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഈ അനുഭവം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. വളരെ നയന മനോഹരമായ കാഴ്ചകളായിരുന്നു. കാരണം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് താഴെ കണ്ടത്. ഒന്നാമത് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫിഷസ്, മഞ്ഞ കളറ്, പച്ച കളറ്, നീല കളറ്, ഓറഞ്ച് കളറ്, അതുപോലെ ഒരു കൂട്ടം ഫിഷസ് ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്ത് നമ്മളോടൊപ്പം വരുന്നത് പോലുള്ള ഒരു ഫീലിംഗ്. മാത്രമല്ല വലിയ മത്സ്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ചെറിയ മത്സ്യങ്ങൾ, അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. ഞാനും ആദ്യമൊന്നും മടിച്ചിരുന്നു, പക്ഷെ പിന്നെ എല്ലാവരും പോയി വന്ന അനുഭവം പറഞ്ഞപ്പോൾ ഞാനും ധൈര്യസമേതം ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. വളരെ നയന മനോഹരമായ കാഴ്ചയായിരുന്നു. ചെറിയ പവിഴപ്പുറ്റുകൾ, ആക്റ്റീവായിട്ടുള്ള പവിഴപ്പുറ്റുകൾ, പിന്നെ നല്ല വലിയ പാറ പോലെയുള്ള പവിഴപ്പുറ്റുകൾ. അതിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ആണ്. അതൊക്കെ അപ്പോൾ ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കടലെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. ഇത് എൻ്റെ സ്കൂബ ഡൈവിംഗ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ അനുഭവം പറയാം. ജീവിതത്തിൽ ആദ്യമായിട്ട് കടലിൻ്റെ ആഴങ്ങളിലേക്കുള്ളൊരു യാത്ര, അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ കാണുന്ന കാഴ്ച, അതിനെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും, സ്വപ്നത്തിൽ പോലും കാണാത്ത കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. ഇതൊരു അത്ഭുത ലോകം തന്നെയാണ്. ശരിക്കും കടലിൻ്റെ അടിത്തട്ടിൽ ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ കണ്ണുകൾക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മത്സ്യങ്ങളാണ് എൻ്റെ കണ്ണിലൂടെ മിന്നിമറിഞ്ഞു പോകുന്നത്. കുറേ മത്സ്യങ്ങൾ എൻ്റെ കയ്യിലൂടെ പോകുന്നത് കണ്ടു. പിന്നെ ഇവിടെയുള്ള പവിഴപ്പുറ്റുകളും ചെറിയ പാറക്കെട്ടുകളും അതിമനോഹരം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സ്കൂബ ഡൈവിംഗ് ചെയ്യണം. അതിന് ഏറ്റവും നല്ല സ്ഥലം ലക്ഷദ്വീപ് തന്നെയാണ്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നമ്മുടെ സ്കൂബ ഡൈവിംഗ് പ്രോഗ്രാം അവസാനിച്ചു. അപ്പോൾ ഇവരാണ് നമ്മുടെ സ്കൂബ ടീമിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും ധൈര്യവും ഊർജവും തന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ലാതെ
സ്കൂബ ഡൈവിംഗ് ചെയ്യിപ്പിക്കാൻ കാരണമായത് ഇവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു നിറഞ്ഞ കൈയടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ലഞ്ചിന് ശേഷം അടുത്ത പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അടുത്തത് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോഗ്രാമാണ്. ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡാണ് വരുന്നത്. ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡ് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിലാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ അടുത്ത ദ്വീപിലേക്കും പോകുന്നൊരു യാത്രയും ഇത് തന്നെയാണ്. കൽപ്പിറ്റി ദ്വീപിലാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. അങ്ങനെ എല്ലാവരും ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡിൽ കയറിയിരിക്കുകയാണ്. നല്ലൊരു റൈഡ് പോകുന്നതിൻ്റെ ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഗ്ലാസ് ബോട്ടം ബോട്ട് എന്ന് പറയുന്നത് ഈ ബോട്ടിൻ്റെ അടിയിൽ ഫുള്ള് ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിലൂടെ കടൽത്തട്ടിലെ അതിമനോഹരമായിട്ടുള്ള പവിഴപ്പുറ്റുകളെയും വർണ്ണ മത്സ്യങ്ങളെയും ഒരു റിസ്ക്കുമില്ലാതെ ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ് ഗ്ലാസ് ബോട്ടം ബോട്ട് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഭൂരിഭാഗം പേരും സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ സ്നോർക്കലിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോലും ഈ ബോട്ടിലൂടെ കടൽത്തട്ടിലെ കാഴ്ചകളെല്ലാം വളരെ ഈസി ആയിട്ട് കാണാൻ കഴിയും. അതാണ് ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ബോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും കടൽത്തട്ടിലെ അത്ഭുത കാഴ്ചകൾ കാണാൻ തുടങ്ങി. പവിഴപ്പുറ്റുകളും വർണ്ണ മത്സ്യങ്ങളും ഓടിക്കളിക്കുന്നത് കാണുന്നുണ്ട്. ശരിക്കും ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും വേറൊരു ദ്വീപിലേക്ക് പോവുകയാണ്. സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന നേരത്ത് കുറച്ച് ഉള്ളിലോട്ട് പോയെങ്കിലും ഇത് നമ്മൾ പുറം കടലിലൂടെ വേറെ ദ്വീപിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ദൂരെ കാണുന്നതാണ് കൽപ്പിറ്റി ദ്വീപ്. അവിടേക്കാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. എന്നെ കൽപ്പിറ്റി ദ്വീപിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിയിരിക്കുകയാണ്. ബോട്ട് ഓഫ് ചെയ്തു. പിന്നെ മെല്ലെ മെല്ലെ ബോട്ട് കരയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൽപ്പിറ്റി ദ്വീപ്. കൽപ്പിറ്റി ദ്വീപ് ഇതിൻ്റെ കരഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ശാന്തമായിട്ടുള്ള കടലാണ് കാണുന്നത്. തിരകൾ കുറവാണ്. കടലിൻ്റെ നടുക്ക് ചെറിയൊരു ദ്വീപ്. അതൊരു ഭയങ്കര ഒരു ത്രില്ല് തന്നെയാണ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഈ ദ്വീപിൽ ജനവാസങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ ചെറിയൊരു മരങ്ങളും ചെറിയ കാടുകളും കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഗ്രൂപ്പ് അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളുടെ യാത്ര വരുമ്പോൾ യാത്രയുടെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഒന്ന് ചുറ്റി അടിച്ച് കറങ്ങാമെന്ന് വിചാരിച്ചു. ലക്ഷദ്വീപിൽ പാമ്പും ഇല്ല, പട്ടിയില്ല എന്നാണ് കേട്ടത്. എന്തായാലും ഇതുവരെയും പാമ്പിനെയും പട്ടിയും ഞങ്ങൾ കണ്ടില്ല. എന്തായാലും പാമ്പിനെയും പട്ടിയും കാണാൻ വേണ്ടി പോകുന്നതല്ല. എന്തായാലും നമുക്കൊന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. കൽപ്പിറ്റി ദ്വീപ് എല്ലാം നമുക്ക് മാക്സിമം ഒന്ന് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. അങ്ങനെ കുറേ നമ്മൾ നടന്ന് ഏകദേശം ചുറ്റി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൽപ്പിറ്റി ദ്വീപും ഏകദേശം ചുറ്റിക്കറങ്ങി എല്ലാം കണ്ട് കഴിഞ്ഞു. ഇനി ഡേ 2 പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നേരെ നമ്മൾ തിരിച്ച് അഗത്തി ദ്വീപിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡേ 3 വിശേഷങ്ങൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.